ഇന്ത്യയുടെ അതിർത്തികൾ. ഇന്ത്യയുടെ കര അതിർത്തി 15,200 കിലോമീറ്ററാണ്. ഇന്ത്യയുടെ സമുദ്രതീരത്തിൻ്റെ നീളം 7,516.6 കിലോമീറ്ററാണ്. ഇത് രണ്ടും ഉൾപ്പെടെ ഇന്ത്യയുടെ ആകെ അതിർത്തി 22,716.6 കിലോമീറ്ററാണ്. ഇന്ത്യയുടെ മെയിൻലാൻഡിൻ്റെ കടൽത്തീരം 5,422.6 കിലോമീറ്ററാണ്. ദ്വീപ് പ്രദേശങ്ങളുടേത് 2,094 കിലോമീറ്റർ. ഏഷ്യൻ രാജ്യങ്ങളിൽ കടൽത്തീരത്തിൻ്റെ നീളത്തിൽ 4-ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇന്തോനേഷ്യ, ഫിലിപ്പൈൻസ്, ജപ്പാൻ എന്നിവയാണ് ഇന്ത്യയുടേതിനേക്കാൾ നീളം കൂടിയ കടൽത്തീരമുള്ള രാജ്യങ്ങൾ. ഇന്ത്യയുടെ അതിർത്തികളിൽ സമുദ്രം ഇല്ലാത്ത ദിക്ക് വടക്കാണ്. ഇന്ത്യയുടെ അന്താരാഷ്ട്ര അതിർത്തി 17 സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്നു. കടൽത്തീരമുള്ള 9 സംസ്ഥാനങ്ങളുണ്ട്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടകം, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമബംഗാൾ എന്നിവയാണ് കടൽത്തീരമുള്ള സംസ്ഥാനങ്ങൾ. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം ഗുജറാത്താണ്. 2-ാം സ്ഥാനത്തുള്ള ആന്ധ്രാപ്രദേശാണ് ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം. അന്താരാഷ്ട്ര അതിർത്തിയും കടൽത്തീരമുള്ള 2 സംസ്ഥാനങ്ങളുണ്ട്, ഗുജറാത്തും പശ്ചിമബംഗാളും. അന്യരാജ്യങ്ങളുമായി അതിർത്തി പങ്കിടാത്തതും കടൽത്തീരമില്ലാത്തതുമായ 5 സംസ്ഥാനങ്ങളുണ്ട്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഹരിയാന, തെലങ്കാന. അയൽ രാജ്യങ്ങൾ. കാശ്മീർ മുഴുവൻ ഇന്ത്യയുടെ ഭാഗമായി പരിഗണിക്കുമ്പോൾ പാക് അധിനിവേശ കാശ്മീരുമായി അതിർത്തി പങ്കിടുന്ന അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെ 7 രാജ്യങ്ങൾ ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്നു. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമർ, ബംഗ്ലാദേശ് എന്നിവയുമായി ഇന്ത്യക്ക് കര അതിർത്തിയുണ്ട്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ബംഗ്ലാദേശ് ഒഴികെയുള്ള എല്ലാ രാഷ്ട്രങ്ങളുമായും അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ചൈന. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തിയുള്ള രാജ്യം ബംഗ്ലാദേശാണ്, 4,096 കിലോമീറ്റർ. അഫ്ഗാനിസ്ഥാനുമായിട്ടാണ് ഇന്ത്യക്ക് ഏറ്റവും കുറച്ച് അതിർത്തിയുള്ളത്, 106 കിലോമീറ്റർ. അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യക്ക് അതിർത്തിയുള്ളത് ഔദ്യോഗികമായി മാത്രമാണ്. യഥാർത്ഥത്തിൽ അഫ്ഗാനിസ്ഥാൻ അതിർത്തി പങ്കിടുന്നത് പാക് അധീന കാശ്മീരുമായിട്ടാണ്. അതിനാൽ നിലവിൽ ഇന്ത്യയുമായി ഏറ്റവും കുറച്ച് അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം ഭൂട്ടാനാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കണക്ക് പ്രകാരം ചൈനയ്ക്ക് 3,488 കിലോമീറ്ററും പാകിസ്ഥാന് 3,323 കിലോമീറ്ററും നേപ്പാളിന് 1,751 കിലോമീറ്ററും മ്യാൻമറിന് 1,643 കിലോമീറ്ററും ഭൂട്ടാന് 699 കിലോമീറ്ററും ഇന്ത്യയുമായി അതിർത്തിയുണ്ട്. ബംഗ്ലാദേശ് കഴിഞ്ഞാൽ ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നത് ചൈനയാണ്. 5 ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ചൈന, നേപ്പാൾ, ബംഗ്ലാദേശ് എന്നിവ. ചൈനയുമായി അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ്. നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളാണ് ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ, സിക്കിം എന്നിവ. ബംഗ്ലാദേശുമായി അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ബംഗാൾ, ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം എന്നിവ. 4 ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യങ്ങളാണ് പാകിസ്ഥാനും ഭൂട്ടാനും മ്യാൻമറും ബംഗ്ലാദേശും. പാകിസ്ഥാൻ ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, ജമ്മു കാശ്മീർ എന്നിവയുമായി അതിർത്തി പങ്കിടുന്നു. സിക്കിം, പശ്ചിമ ബംഗാൾ, അസം, അരുണാചൽ പ്രദേശ് എന്നിവ ഭൂട്ടാനുമായും അതിർത്തി പങ്കിടുന്നു. നാഗാലാൻഡ്, മിസോറാം, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ എന്നിവയ്ക്ക് മ്യാൻമറുമായി അതിർത്തിയുണ്ട്. ജമ്മു കാശ്മീർ, സിക്കിം, അരുണാചൽ പ്രദേശ്, പശ്ചിമ ബംഗാൾ എന്നിവ 3 രാജ്യങ്ങളുമായി വീതം അതിർത്തി പങ്കിടുന്നു. ജിൽജിത്ത് ബാൾട്ടിസ്ഥാൻ പ്രദേശം പാകിസ്ഥാൻ്റെ നിയന്ത്രണത്തിലായതിനാൽ ഫലത്തിൽ ജമ്മു കാശ്മീരിന് അഫ്ഗാനിസ്ഥാനുമായി അതിർത്തിയില്ല. അതിനാൽ യഥാർത്ഥത്തിൽ ജമ്മു കാശ്മീരിന് പാകിസ്ഥാൻ, ചൈന എന്നീ 2 രാജ്യങ്ങളുമായിട്ടാണ് അന്താരാഷ്ട്ര അതിർത്തിയുള്ളത്. ഏറ്റവും കൂടുതൽ ദൂരത്തിൽ അന്താരാഷ്ട്ര അതിർത്തിയുള്ള സംസ്ഥാനം ജമ്മു കാശ്മീരാണ്. 2,509.7 കിലോമീറ്റർ ദൂരത്തിൽ അന്താരാഷ്ട്ര അതിർത്തിയുള്ള പശ്ചിമ ബംഗാളാണ് 2-ാം സ്ഥാനത്ത്. ഏതെങ്കിലും ഒരു അയൽ രാജ്യവുമായി ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ബംഗ്ലാദേശുമായി 2,216.7 കിലോമീറ്റർ ദൂരത്തിൽ അതിരുണ്ട്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ചൈനയാണ്.
മഹാഭാരത് മലനിരകൾ ഇന്ത്യയെയും നേപ്പാളിനെയും വേർതിരിക്കുന്നു. ഇന്ത്യക്കും മ്യാൻമറിനും ഇടയിലുള്ള മലനിരകളാണ് പട്കായി. ഇന്ത്യയുടെ സമീപമുള്ള ദ്വീപരാഷ്ട്രങ്ങളാണ് ശ്രീലങ്ക, മാലിദ്വീപ്, ഇന്തോനേഷ്യ എന്നിവ. മാലിദ്വീപ് ഏഷ്യൻ രാജ്യങ്ങളിൽ വിസ്തീർണത്തിലും ജനസംഖ്യയിലും ഏറ്റവും ചെറുതാണ്. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യമാണിത്. എന്നാൽ ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനാണ്. ആൻഡമാനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന രാജ്യം മ്യാൻമറാണ്. നിക്കോബാറിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇന്തോനേഷ്യയാണ്. മ്യാൻമറിലെ അരക്കൻ വ്യോമ പർവ്വതനിരയുടെ തുടർച്ചയാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹം. ഭൂമിശാസ്ത്രപരമായി ഇത് തെക്ക് കിഴക്കൻ ഏഷ്യയുടെ ഭാഗമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ മറ്റെല്ലാ ഭാഗങ്ങളും തെക്കൻ ഏഷ്യയിലാണ് ഉൾപ്പെടുന്നത്. ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്നത് പാക് കടലിടുക്കാണ്. പാക് കടലിടുക്കിലാണ് ആദംസ് ബ്രിഡ്ജ് എന്ന മണൽത്തിട്ട. ഇത് തമിഴ്നാട്ടിലെ രാമേശ്വരത്തിലെ ധനുഷ്കോടിക്കും ശ്രീലങ്കയിലെ തലൈമാന്നാറിനും ഇടയ്ക്കാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് മദ്രാസ് ഗവർണറായിരുന്ന റോബർട്ട് പാക്കിൻ്റെ സ്മരണാർത്ഥമാണ് പാക് കടലിടുക്കിന് ആ പേര് നൽകിയത്. 53 മുതൽ 80 കിലോമീറ്റർ വരെയാണ് പാക് കടലിടുക്കിൻ്റെ വീതി. 30 കിലോമീറ്ററാണ് ആദംസ് ബ്രിഡ്ജിൻ്റെ നീളം. ഇന്ത്യയെയും അഫ്ഗാനിസ്ഥാനെയും വേർതിരിക്കുന്നത് ഡ്യൂറൻഡ് രേഖയാണ്. ബ്രിട്ടീഷ് സർക്കാരും അഫ്ഗാൻ അമീർ അബ്ദുറഹ്മാൻ ഖാനുമായി 1893 ഒപ്പുവെച്ച ഡ്യൂറൻഡ് ലൈൻ എഗ്രിമെൻ്റ് പ്രകാരമാണ് 2640 കിലോമീറ്റർ നീളമുള്ള ഈ അതിർത്തി രേഖ നിലവിൽ വന്നത്. ഉടമ്പടി ഒപ്പുവെച്ച സമയത്ത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി സാർ മോർട്ടിമർ ഡ്യൂറൻഡിൻ്റെ പേരാണ് രേഖയ്ക്ക് ലഭിച്ചത്. ഇപ്പോൾ ഇത് ഫലത്തിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയ്ക്കുള്ള അതിർത്തിയാണ്. ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയ്ക്കുള്ള അതിർത്തിയാണ് മക്മോഹൻ രേഖ. 1914 ഗ്രേറ്റ് ബ്രിട്ടനും ടിബറ്റും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടി പ്രകാരമാണ് ഇത് നിലവിൽ വന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി ആയിരുന്ന സാർ ഹെൻറി മക്മോഹൻ്റെ പേരിൽ നിന്നാണ് മക്മോഹൻ രേഖയ്ക്ക് ആ പേര് ലഭിച്ചത്. ഈ രേഖയുടെ നിയമസാധുത തർക്കവിഷയമാണെങ്കിലും ഇതാണ് ഫലത്തിൽ ഇന്ത്യ ചൈന അതിർത്തി. ഇന്ത്യ പാക് അതിർത്തി റാഡ്ക്ലിഫ് രേഖ എന്നറിയപ്പെടുന്നു. ബ്രിട്ടീഷ് നിയമജ്ഞനായിരുന്ന സിറിൽ റാഡ്ക്ലിഫാണ് 1947 ഇന്ത്യ വിഭജന സമയത്ത് ഈ രേഖ നിർണയിച്ചത്.